കസേര നിസ്കാരം അധികരിച്ച സാഹചര്യമാണ്. എവിടെ നോക്കിയാലും ഏതു പള്ളിയിൽ പോയാലും കസേരകൾ നിരത്തി വെച്ചിട്ടുണ്ടാവും. എല്ലാവർക്കും അതിലിരുന്നു കൊണ്ട് നിസ്കരിക്കാൻ പറ്റുമോ? നിസ്കാരം സ്വഹീഹ് ആവുകയില്ല. നിൽക്കാൻ കഴിവുള്ളവരാണ് ആ ചെയ്യുന്നത് എങ്കിൽ, കസേരയിൽ ഇരുന്നു കൊണ്ട് നിസ്കരിക്കുന്നത് എങ്കിൽ അവരുടെ നിസ്കാരം തന്നെ സ്വഹീഹ് അല്ല. നമ്മളൊക്കെ ചെറുപ്പം മുതലേ പഠിച്ചതാണ്. വസാലിസു അൽ ഖിയാമു, മൂന്നാമത്തെ റുക്ന് നിൽക്കലാണ്. നിൽക്കാൻ കഴിവുള്ളവർ നിൽക്കുക എന്നതാണ് മൂന്നാമത്തെ റുക്ന് എന്ന് പറയുന്നത്. അപ്പോൾ നിൽക്കാൻ കഴിവുണ്ടായിട്ടും ഇരുന്ന് നിസ്കരിച്ചാൽ അദ്ദേഹത്തിൻ്റെ നിസ്കാരം സ്വഹീഹാവുകയില്ല. പള്ളിയിലേക്ക് നടന്നു വന്ന ആളായിരിക്കും, പിന്നെ നിസ്കാരം തുടങ്ങുമ്പോൾ ഇരുന്നു കൊണ്ട് തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലുന്നു. നടന്നു വന്ന ആളാണെങ്കിൽ അദ്ദേഹത്തിന് നിൽക്കാൻ കഴിയുമെന്നത് ഉറപ്പല്ലേ? കഴിയാത്തത് എന്താണ്? അദ്ദേഹത്തിന് ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇരിക്കാനാണ് കഴിയാത്തത്. കാലു മടക്കിക്കൊണ്ട് അത്തഹയ്യാത്തിലോ മറ്റോ ഉള്ള ഇരുത്തത്തിനാണ് അദ്ദേഹത്തിന് കഴിയാത്തത്. ആ ഇരുത്തം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് കസേരയിൽ ഇരിക്കുന്നത് എങ്കിൽ ആ സമയത്താണ് ഇരിക്കേണ്ടത്. അത്തഹയ്യാത്തിൽ കാലു മടക്കി വച്ച് ഇരിക്കാനുള്ള പ്രയാസം കൊണ്ടാണ് കസേരയിൽ ഇരുന്നു കൊണ്ട് നിസ്കരിക്കുന്നത് എങ്കിൽ ചെയ്യേണ്ടത് എന്താണ്? നിന്നുകൊണ്ടു തന്നെ ഖിറാഅത്തൊക്കെ കഴിഞ്ഞ് റുക്കൂഉം കഴിഞ്ഞ് സുജൂദിലേക്ക് പോകുന്ന സമയത്താണ് കസേരയിൽ ഇരിക്കേണ്ടത്. ഏകദേശം ആളുകളും അങ്ങനെ തന്നെയാണ്. അതായത് കാൽ മടക്കാനാണ് പ്രയാസപ്പെടുന്നത്. അപ്പോൾ അത്തരം പ്രയാസക്കാർ ചെയ്യേണ്ടത് നിന്നുകൊണ്ട് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് സുജൂദിലേക്ക് വരുന്ന സമയത്ത് കസേരയിൽ അങ്ങ് ഇരുന്നു കൊണ്ട് സുജൂദും അത്തഹയ്യാത്തുമൊക്കെ അങ്ങനെ പൂർത്തിയാക്കുകയാണ് വേണ്ടത്. കിതാബുകൾ നോക്കിയാൽ കാണാം, അൽ ഖിയാമു എന്ന് പറഞ്ഞ സ്ഥലത്ത് ഐ വലൗ ബി മുഈനിൻ ബി ഉജ്റത്തിൻ ഫാദിലത്തിൻ അൻ മുഅനതിഹി വ മുഅനതി മമൂനിഹി, അതായത് ഒരാൾക്ക് സ്വന്തമായി നിന്ന് നിസ്കരിക്കാൻ കഴിയുന്നില്ല എങ്കിൽ അദ്ദേഹം ഒരു സഹായിയെ വിളിക്കണം. സഹായത്തിനു വേണ്ടിയിട്ട് ഒരാളെ വിളിക്കണം, കൂലിക്ക് വിളിക്കണം. അദ്ദേഹത്തിനും കുടുംബത്തിനും അന്നേ ദിവസത്തെ ചിലവ് നടത്താനുള്ള കാശ് വെച്ചിട്ട് ബാക്കി കാശുണ്ടെങ്കിൽ അത് കൊടുത്തുകൊണ്ട് ഒരു സഹായിയെ വിളിക്കണം. കൂലിക്ക് ആളെ നിർത്തിക്കൊണ്ടെങ്കിലും നിന്നു നിസ്കരിക്കാൻ ശ്രമിക്കണം. ഈ പറഞ്ഞത് തുഹ്ഫ നോക്കിയാൽ കാണാം, നിഹായ നോക്കിയാൽ കാണാം, മുഗ്നി നോക്കിയാൽ കാണാം, ഫിഖ്ഹിൻ്റെ ഗ്രന്ഥങ്ങളിലൊക്കെ രേഖപ്പെടുത്തി വെച്ച വിഷയമാണ്. എന്ത്? സ്വന്തമായി നിൽക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഒരു സഹായിയെ കൂലി കൊടുത്തുകൊണ്ട് നിർത്തേണ്ടതാണ്. അതിനും കഴിയുന്നില്ലെങ്കിലാണ് നിൽക്കാൻ കഴിയാത്തവൻ എന്ന പരിധിയിൽ അദ്ദേഹം വരിക. അപ്പോഴാണ് ഇരുന്ന് നിസ്കരിക്കേണ്ടത്. ഇമാമിയങ്ങൾ പറഞ്ഞ ആ സാഹചര്യമാണ് ഇദ്ദേഹത്തിൻ്റെ നിസ്കാരത്തിൽ നാം കാണുന്നത്. അങ്ങേയറ്റം വാർദ്ധക്യമെത്തിയ ആളാണ്, സ്വന്തമായി നിൽക്കാൻ കഴിയുന്നില്ല, പക്ഷേ സഹായത്തിന് ആളെ നിർത്തിക്കൊണ്ട് നിസ്കാരം നിർവഹിക്കുന്ന രംഗം വലിയ മാതൃകയാണ് അതിലുള്ളത് എന്ന് ഓർമ്മപ്പെടുത്താനാണ് ഞാൻ ആ വീഡിയോ കൊണ്ടുവന്നത്.